C++ന്റെ ഒരു മെയിൻ കൺസെപ്റ്റായ ക്ലാസസ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം കൺസെപ്റ്റിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സെക്ഷനാണ് ക്ലാസസ്. ക്ലാസ് എന്നാൽ ഒരു ഓബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ എൻറ്റിറ്റിയെ മൊത്തം നമ്മൾക്ക് അതാത് ക്ലാസ് ടൈപ്പിലേക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാം ഒരു സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാം ആണെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മെമ്പേഴ്സിന് വാല്യൂസ് കൊടുക്കുവാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഡേറ്റയെ ബൈൻഡ് ചെയ്യുവാൻ ക്ലാസ് മുഖേന സാധിക്കുന്നതാണ്. ക്ലാസിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ക്ലാസ് നെയിം, പെർമിഷൻ ലെവൽ, മെമ്പർ, അതേപോലെ തന്നെ പെർമിഷൻ ലെവൽ ടു മെമ്പർ, ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് നെയിം. പെർമിഷൻ ലെവൽ എന്ന് പറയുന്നത് പ്രൈവറ്റ്, പബ്ലിക് ഓർ പ്രൊട്ടക്റ്റഡ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന പ്രൈവറ്റ് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്ന മെമ്പേഴ്സിനെ ആ ക്ലാസ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ അടുത്തേക്ക് പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് രണ്ടാമത്തെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ ക്ലാസ്സിലും പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. പബ്ലിക് എന്നാൽ ഒരു ക്ലാസ്സിലെ പബ്ലിക് മെമ്പേഴ്സിനെ ക്ലാസ്സിന് പുറത്തും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൽ പ്രൈവറ്റ് പബ്ലിക് മെമ്പേഴ്സ് ഉപയോഗിച്ച് ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഡേറ്റയെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. C++ൽ ഒബ്ജക്റ്റ് ബേസ്ഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്ലാസ്. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം എംപ്ലോയി അല്ലെങ്കിൽ EMB എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുകയും അതായത് അതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് വാല്യൂസ് കൊടുക്കുകയും അതിനെ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ക്ലാസ് EMB. ക്ലാസ്സിൽ രണ്ട് സെക്ഷനാണ് ഉള്ളത്, അതായത് പ്രൈവറ്റ് മെമ്പേഴ്സും അതേപോലെ തന്നെ പബ്ലിക് മെമ്പേഴ്സും. പ്രൈവറ്റ് മെമ്പേഴ്സിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, അതേപോലെ തന്നെ സാലറി. പബ്ലിക് മെമ്പേഴ്സിൽ രണ്ട് ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഗെറ്റ് EMB എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനെ ക്ലാസ്സിന് ഔട്ട്സൈഡും ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഇൻസൈഡും ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ക്ലാസ്സിന് ഔട്ട്സൈഡാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിന് ഔട്ട്സൈഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ക്ലാസ് ഇതേ രീതിയിൽ ക്ലോസ് ചെയ്ത ശേഷം ക്ലാസ്സിന് ഔട്ട്സൈഡിൽ ഫംഗ്ഷൻ ടൈപ്പ്, ഏത് ക്ലാസ്സിലെ ഫംഗ്ഷനാണോ ആ ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ നെയിം. ഇനി ഫംഗ്ഷൻ ബോഡി ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സാധാരണയായി ഒരു ക്ലാസ്സിലെ പബ്ലിക് ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. അതായത് പ്രൈവറ്റ് മെമ്പേഴ്സിലേക്ക് വാല്യൂ കൊടുക്കുവാനും അതിനെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. ഇവിടെ ഗെറ്റ് EMB എന്ന ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സിന് വാല്യൂ നൽകാനാണ്. ഇവിടെ എൻ്റർ എംപ്ലോയി നമ്പർ എന്നൊരു മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത ശേഷം നമ്മൾ കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യുന്ന നമ്പർ എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്, സാലറി എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ കഴിഞ്ഞു. അടുത്തതായി EMB എന്ന് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് എംപ്ലോയി ഡീറ്റെയിൽസ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു, നെയിമും അതേപോലെ തന്നെ നമ്പറും സാലറിയും പ്രിന്റ് ചെയ്യുന്നു. ക്ലാസ് ഡെഫിനിഷനും അതേപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനും ഇതോടെ കഴിഞ്ഞു. പ്രോഗ്രാമിലേക്ക് വരാം.
C++ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ മുതലാണല്ലോ. ഇവിടെ EMB എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം EMB എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിന് തുല്യമാണ്. ഇതിലെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ ആണ് ഇ. സ്ക്രീൻ ക്ലിയർ ചെയ്ത ശേഷം e.getEMB എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഇ എന്ന് പറയുന്ന മെമ്മറി സ്പേസിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലെ getEMB എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ getEMB എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന എംപ്ലോയി നമ്പറും നെയിമും ഈ ക്ലാസ്സിലെ തന്നെ പ്രൈവറ്റ് വേരിയബിൾസ് ആയ എംപ്ലോയി നമ്പർ, നെയിം, സാലറി തുടങ്ങിയ വേരിയബിൾ സ്റ്റോർ ആവുന്നതാണ്. അതേപോലെ തന്നെ വാല്യൂസ് അവിടെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് e.display ആണ്. ഇപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സിലെ നെയിമും സാലറിയും അതേപോലെ തന്നെ എംപ്ലോയി നമ്പറും ഇവിടെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഓരോ ഓബ്ജക്റ്റിനെയും ബേസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മെമ്പേഴ്സിനെ ഇവിടേക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിനെ നമ്മൾക്കിപ്പോൾ ഒന്ന് റൺ ചെയ്യാം. ഇത് ആദ്യമായി എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുന്നു, എംപ്ലോയി നെയിം എൻ്റർ ചെയ്യുന്നു, സാലറി എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തായി കാണാം. ഈ പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് n നമ്പർ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ക്ലാസ് ഒബ്ജക്റ്റിലേക്ക് എങ്ങനെ അറേ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ് റോൾ നമ്പർ, നെയിം, മാർക്ക്. പബ്ലിക് മെമ്പേഴ്സ് രണ്ട് ഫങ്ഷൻസ് ആണ്. അതായത് ഈ ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിന് ഡാറ്റ നൽകുന്നതിനും അതിനെ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് രണ്ട് ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗെറ്റ് സ്റ്റുഡ്, രണ്ടാമത്തത് ഡിസ്പ്ലേ. ക്ലാസ്സിന് വെളിയിൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ വോയിഡ് ടൈപ്പ് നൽകി ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഗെറ്റ് സ്റ്റുഡ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നത് റോൾ നമ്പർ എന്ന ക്ലാസ് മെമ്പറിൻ്റെ വേരിയബിളിലേക്കും അതേപോലെ തന്നെ നെയിം എൻ്റർ ചെയ്യുന്നത് സ്റ്റുഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ തന്നെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിൽ റോൾ നമ്പറും നെയിമും മാർക്കും പ്രിന്റ് ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ സ്റ്റുഡ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റായ എസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. സാധാരണ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ അതേപോലെ തന്നെ മറ്റ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിൽ അറേ പറയുന്ന രീതിയിൽ തന്നെ ഇവിടെ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പായ സ്റ്റുഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് SI ഇവിടെ ഡിക്ലെയർ ചെയ്യുകയും അതിൻ്റെ സൈസ് അറേ സൈസ് ഇവിടെ 20 ആയി നൽകിയിരിക്കുന്നത് കാണാം. അതായത് നമ്മൾക്ക് മാക്സിമം 20 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഈ പ്രോഗ്രാമിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ലൂപ്പിന് വേണ്ടിയും ലിമിറ്റിന് വേണ്ടിയും ഐയും എന്നും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന ഒരു മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്ത ശേഷം സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇവിടെ n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇവിടെ നമ്മൾ n നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ്, എത്രാമത്തെ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ എത്രാമത്തെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ ആണോ എൻ്റർ ചെയ്യേണ്ടത് അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് ഐയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇവിടെ എത്രാമത്തെ സ്റ്റുഡൻ്റ് ആണ് എന്ന നമ്പർ വരുന്നതാണ്. ഇനി ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യുന്നു. ആദ്യമായി കോൾ ചെയ്യുന്നത് s0.getStudent ആയിരിക്കും. അതായത് എസിന് ഇപ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ മെമ്മറിയിൽ സ്റ്റുഡ് എന്ന് പറഞ്ഞ മെമ്മറിയിൽ s0 മുതൽ 19 വരെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി s0.stud എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത s0.getStudent എന്ന ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതും s0.roll നമ്പറിലേക്കും s0.nameലേക്കും s0.markലേക്കും വാല്യൂസ് ലഭിക്കുന്നതാണ്.
അതിവിടെ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ഐയുടെ വാല്യൂ 1 ആവുന്നതാണ്. വീണ്ടും എസ് ഓഫ് 1 ഡോട്ട് ഗെറ്റ് സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മെമ്മറി സ്പേസിലേക്ക് വാല്യൂ ലഭിക്കുന്നതാണ്. ഇതേ രീതിയിൽ n നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വാല്യൂ ലഭിച്ച ശേഷം സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു. സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസിനെ പ്രിന്റ് ചെയ്യുകയാണ്. ഇവിടെ വീണ്ടും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എസ് ഓഫ് 1 ഡോട്ട് ഡിസ്പ്ലേ ആദ്യമായി എസ് ഓഫ് 0 ഡോട്ട് ഡിസ്പ്ലേ ഡോട്ട് ഡിസ്പ്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ എസ് ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എസ് ഓഫ് 0, അതായത് ഫസ്റ്റ് മെമ്മറിയിലെ റോൾ നമ്പറും നെയിമും മാർക്കും പ്രിന്റ് ചെയ്യും. അടുത്തതായി എസ് ഓഫ് 1 ഡോട്ട് ഡിസ്പ്ലേ, അപ്പോൾ രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യും. ഇതേ രീതിയിൽ n നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ 3 ആയിട്ട് നൽകുന്നു. ആദ്യമായി എൻ്റെ ഡീറ്റെയിൽസ് ഓഫ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് വരുന്നതാണ്. റോൾ നമ്പർ നൽകുകയാണ്, നെയിം നൽകുന്നു, അതേപോലെ തന്നെ മാർക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ നൽകുന്നു, സെക്കൻഡ് സ്റ്റുഡൻറ്റ് നെയിം നൽകുന്നു, അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റുഡൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ്. അടുത്ത തേർഡ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. തേർഡ് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, തേർഡ് സ്റ്റുഡൻറ്റ് നെയിം, അതേപോലെ തന്നെ തേർഡ് സ്റ്റുഡൻറ്റ് മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇത് n നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതേ രീതിയിൽ ഔട്ട്പുട്ടായി ലഭിച്ചതായി കാണാം. കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടർ എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ കൺസ്ട്രക്ടർ ഫംഗ്ഷനും ഓട്ടോമാറ്റിക്കായി ഇൻവോക്ക് ആവുന്നു. സാധാരണയായി നമ്മളൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യണമെങ്കിൽ ക്ലാസ് ഒബ്ജക്റ്റ് ഡോട്ട് ആ ഫംഗ്ഷൻ നെയിം സെപ്പറേറ്റ് ആയി പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ കൺസ്ട്രക്ടർ ആണെങ്കിൽ ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം, ഈ ഒബ്ജക്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഇൻവോക്ക് ആവും. അതായത് ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പിന്റെ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാനും മറ്റും കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസ് ഒബ്ജക്റ്റിനെയും മെമ്പേഴ്സിനെയും ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മെമ്പർ വാല്യൂസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് കൺസ്ട്രക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ക്ലാസ് ആഡ്. ഇതിലെ പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ് എ, ബി, സി. ഇവിടെ പബ്ലിക് സെക്ഷനിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ്, അതായത് ക്ലാസിന്റെ പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇതിലേക്ക് 2 പാരാമീറ്റർ വേരിയബിളും പാസ് ചെയ്യുന്നുണ്ട്, അതായത് n, m. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം കൺസ്ട്രക്ടർ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, അതായത് ആഡ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ഫംഗ്ഷൻ ആയതിനാൽ ആഡ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ആഡ്, ബ്രാക്കറ്റിൽ 2 പാരാമീറ്റർ വേരിയബിൾസ് പറഞ്ഞിരിക്കുന്നു, ഇൻറ്റ് n, ഇൻറ്റ് m. എന്നിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂ എ എന്ന് പറയുന്ന പ്രൈവറ്റ് വേരിയബിളിലേക്കും എമ്മിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂ ബി എന്ന് പറയുന്ന പ്രൈവറ്റ് വേരിയബിളിലേക്കും ഇത് രണ്ടും അസൈൻ ചെയ്ത ശേഷം സിയിലേക്ക് ഈ 2 വാല്യൂസിനെ ആഡ് ചെയ്യുന്നു. ഇനി ആഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ നമ്മൾ വീണ്ടും ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, അഡീഷൻ ഈക്വൽ ടു സി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ 2 വേരിയബിൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, n, m. എൻ്റർ 2 നമ്പേഴ്സ്, എൻ്റർ ചെയ്യുന്ന 2 നമ്പർ എന്നിലും എമ്മിലും സ്റ്റോർ ചെയ്യുന്നു. ഇവിടെയാണ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ, അതായത് ക്ലാസ്സിലെ ഫംഗ്ഷനെ ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾക്ക് ആഡ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നതിനായി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എ ആയി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ബ്രാക്കറ്റിൽ 2 നമ്പറും പാസ് ചെയ്യുന്നു, അതായത് എന്നിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ പാസ് ചെയ്യുന്നു. ഇതിനെയാണ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിലാണ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആകുന്നത്.
ഇതിനാലാണ് കൺസ്ട്രക്ടർ ക്ലാസ് മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കാര്യം. അതായത് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾക്ക് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് നൽകുവാൻ സാധിക്കും. n എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ കൺസ്ട്രക്ടറിലെ n എന്ന് പറയുന്ന ഈ വേരിയബിളിന് ലഭിക്കുന്നതും അതേപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ ഇവിടുത്തെ കൺസ്ട്രക്ടറിലെ എമ്മിന് ലഭിക്കുന്നതും ഇത് രണ്ടും ആഡ് ചെയ്ത് സി എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ സി എന്ന് പറയുന്ന മെമ്പറിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് മെമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷം എ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റായ എ അതിലെ ഡിസ്പ്ലേ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതായത് അഡീഷൻ ഈക്വൽ ടു സി എത്രയാണോ അല്ലെങ്കിൽ സിയുടെ വാല്യൂ എത്രയാണോ അതിവിടെ പ്രിന്റ് ചെയ്യും. ഇതേ രീതിയിൽ ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. ഇവിടെ 2 നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അഡീഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ കാണാം. ഫംഗ്ഷൻ ഓവർലോഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കൺസ്ട്രക്ടേഴ്സിനെയും ഓവർലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ക്ലാസ് നെയിമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണല്ലോ കൺസ്ട്രക്ടർ. എന്നാൽ കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് പാരാമീറ്ററൈസ്ഡ് വാല്യൂസും പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരേ നെയിമിൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടർ വരുമ്പോൾ ഇതിൻ്റെ പാരാമീറ്റർ ഡേറ്റ ടൈപ്പിലോ അല്ലെങ്കിൽ പാരാമീറ്ററിൻ്റെ എണ്ണത്തിലോ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് C++ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററിന് ഒരു സ്പെഷ്യൽ മീനിങ് അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെതായിട്ടല്ലാത്ത മറ്റൊരു മീനിങ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ഡേറ്റ ടൈപ്പ് ഓപ്പറേറ്റർ, ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൈൻ, അതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഒരു ഉദാഹരണം നമ്മൾക്കിവിടെ നോക്കാം. ആദ്യമേ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ക്ലാസ് സി വെക്ടർ. ഇതിൻ്റെ പബ്ലിക് മെമ്പേഴ്സ് ആണ് എക്സ് വൈ. ഇതിൻ്റെ കൺസ്ട്രക്ടറാണ് സി വെക്ടർ. സി വെക്ടർ എന്ന് പറയുന്ന ഓവർലോഡിംഗ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നു. അതായത് സി വെക്ടർ ഇൻറ്റ് ഇൻറ്റ്. അടുത്തതായി ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സി വെക്ടർ എന്ന ഓബ്ജക്റ്റ് അതായത് ക്ലാസ് ടൈപ്പ് ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നത് പ്ലസ് എന്ന സിമ്പൽ. ഇതിനകത്ത് പാസ് ചെയ്യുന്നത് ക്ലാസിൻ്റെ തന്നെ ഓബ്ജക്റ്റ് ആണ്. ഇനി കൺസ്ട്രക്ടറിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. അതായത് 2 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നത് ആദ്യമായി ലഭിക്കുന്ന വാല്യൂ എക്സിലേക്കും രണ്ടാമത് ലഭിക്കുന്ന വാല്യൂ വൈയിലേക്കും അസൈൻ ചെയ്യുന്നു. അതായത് പബ്ലിക് മെമ്പേഴ്സിലെ എക്സ് വൈ മെമ്പേഴ്സിന് അസൈൻ ചെയ്യുന്നു. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിൽ ക്ലാസിൻ്റെ തന്നെ വേരിയബിൾ ആണ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസിൻ്റെ തന്നെ ഒരു ടെം വേരിയബിൾ പറഞ്ഞിരിക്കുന്നു. ടെം ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് പാരാമീറ്ററിൽ നിന്ന് ലഭിക്കുന്ന എക്സ് വാല്യൂ. അതേപോലെ തന്നെ വൈയിലേക്ക് പാരം വേരിയബിളിൽ നിന്ന് ലഭിക്കുന്ന വൈ വാല്യൂ. തിരിച്ച് ഈ വാല്യൂ ഇവിടുന്ന് അതായത് ക്ലാസ് വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനിൽ സി വെക്ടർ എന്ന ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് ഈ 2 വാല്യൂസ് പാസ് ചെയ്യുകയാണ്. മറ്റൊരു കൺസ്ട്രക്ടറിലേക്ക് 1, 2 എന്ന ഈ വാല്യൂസ് പാസ് ചെയ്യുന്നു. സി വെക്ടറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് ഒബ്ജക്റ്റായ സിയിലേക്ക് ക്ലാസ് ഒബ്ജക്റ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതായത് എ പ്ലസ് ബി. ഇവിടെ പ്ലസ് എന്ന ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന പ്ലസ് ഓപ്പറേറ്റർ ഈ ഫംഗ്ഷൻ ഇവിടെ വർക്ക് ആവുന്നതും അതിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ സി എന്ന് പറയുന്ന ക്ലാസ് ഒബ്ജക്റ്റിലേക്ക്, ഇവിടെ ഓപ്പറേറ്റർ പ്ലസ് നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ക്ലാസിൻ്റെ തന്നെ ഒബ്ജക്റ്റായ ടെമ്പാണ്. ഈ ടെമ്പ് എന്ന് പറയുന്ന ഇതിൽ കിട്ടുന്ന വാല്യൂസ് ഇവിടെ സി എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൽ തന്നെ ലഭിക്കുന്നതും സി വെക്ടറിൻ്റെ ക്ലാസ് ഒബ്ജക്റ്റിൽ തന്നെ ലഭിക്കുന്നതും അതിലെ എക്സ് വൈ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നതുമായി കാണാം.